ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബോളിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കായും ജാതിയും കൂടി പൊടിച്ച പൊടിയാണിത്. പിന്നെ 1 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് പഞ്ചസാര, യെല്ലോ ലെമൺ ഫുഡ് കളർ, നല്ലെണ്ണ, നെയ്യ്. ഇത്രയാണ് ഇതിന് വേണ്ടത്. ആദ്യം തന്നെ ഈ കഴുകി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണിത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്കർ മൂടി 1 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. നന്നായി വേവണ്ട, ഒരു പകുതി വേവ് മതിയാവും. കടലപ്പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിനി വെള്ളം ഒഴിച്ച് കഴുകി ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിപ്പം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ ഊറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വരട്ടിയെടുക്കാം. ഇതിലേക്ക് ഏലക്കയും ജാതിക്കയും പൊടിച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് തണുത്ത ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കാം. ഈ ഒരു പരുവത്തിൽ എടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. 1 നുള്ള് ലെമൺ യെല്ലോ കളർ ഇട്ട് കൊടുക്കാം. ഒരു 3 ഡ്രോപ്പ് മതിയാവും. ഇനി ഇത് കുഴച്ചു കൊടുക്കാം. ശക്തിയായി കട്ടിക്ക് കുഴക്കേണ്ട, ഒരു ലൂസ് പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇതിലേക്ക് നല്ലെണ്ണ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിന് ഇത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ആവരുത്, അത്രയും ഡ്രൈ ആയിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല. ഒരു ലൂസ് പരുവം. നല്ലെണ്ണ ഏകദേശം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിനി മൂടി വെച്ചേക്കാം. ഇനി ഈ മാവിനെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഇതും ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി എടുത്തു വെച്ചേക്കാം. ഇതിപ്പം എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്നതിനെ ഒന്നിങ്ങനെ പരത്തി അതിനുള്ളിൽ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് വേവിച്ചത് ഉരുട്ടി വെച്ചിരിക്കുന്ന വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എടുക്കുക. പരത്തുന്ന ബോർഡിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മൈദ മാവ് ഇടുക. വളരെ ശക്തി പരത്തരുത്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് പരത്തി വെച്ചിരിക്കുന്ന ബോളി ഇതിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. വളരെ കനം കുറച്ച് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ ബോളിക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു ബോളിയാണ്. ഇനി ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ബോളി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കനം കുറഞ്ഞ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോളിയാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ കിട്ടുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.